ജി സുധാകരൻ മാധ്യമങ്ങളോട്. എന്തോ എന്തോ ചോദ്യത്തിന് സോ വാട്ട് എന്നാണ് ജി സുധാകരന്റെ മറുചോദ്യം. പൃഥ്വിരാജ് അവിടെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണോ നിൽക്കുന്നത്? മാസ്ക് പോട്ടെ. പൃഥ്വിരാജ് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ നടന്മാരും, എല്ലാ VIP നടന്മാരൊക്കെ ക്യൂവിൽ സാധാരണക്കാരെ പോലെ നിന്ന്. ജി സുധാകരൻ നല്ല പ്രതീക്ഷയാണ്, ആദ്യന്തം പ്രതീക്ഷയായിരുന്നു. ഒരു മാറ്റവുമില്ല. രാവിലെ ക്യൂ എല്ലാം കണ്ടപ്പോഴും ഒരു മാറ്റവുമില്ല. നമ്മൾ നല്ല തരത്തിൽ ഇവിടെ ജനകീയ സ്വാതന്ത്ര്യം ജയിക്കും. UDF-ന്റെ സപ്പോർട്ടുണ്ട്. ഇപ്പോൾ 6 ബൂത്ത് കയറിയില്ലേ. ഇനിയിപ്പോൾ ഞാൻ ബൂത്തിൻ്റെ പേരവിടെ അമ്പലപ്പുഴ ഭാഗത്ത് ആദ്യം ഇപ്പോൾ വസുമതി എന്ന് പറഞ്ഞ 100 വയസ്സ് കഴിഞ്ഞൊരു അമ്മ മരിച്ചൻ അറവാട് സ്കൂളിൻ്റെ സമീപത്ത്. ആ വീട്ടിലൊന്ന് കയറും. പിന്നെ നമ്മുടെ ആ സ്കൂളുണ്ടല്ലോ ഷാജാൻ ആ സ്കൂളില്ലേ, നന്ദാവന സ്കൂളിൽ വരെ പോകും. അവിടെ സാധാരണ മറ്റ് ഏജന്റന്മാരെ ഇരുത്താൻ സമ്മതിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി 2 മിനിറ്റ് അവിടെ കയറിയിട്ട് ഞാൻ പ്രശ്നബാധിത എന്ന് പറയുന്നത് 33 ബൂത്താണ്. അവിടെ ആദ്യം പോകും. ഈ പല സ്ഥലത്തും ഈ കേന്ദ്രസേന വേണം, സുരക്ഷ വേണം എന്നൊക്കെ ആവശ്യം ഹൈക്കോടതി കൊടുത്തല്ലോ. ജില്ലാ പോലീസ് മേധാവി തള്ളിയല്ലോ. ഞാനത് സംബന്ധിച്ച് എൻ്റെ പോസ്റ്റ് രാത്രി തന്നെ ഇട്ടിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കാരണം ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ പ്രസ്താവന ഖേദകരമാണ്, പ്രതിഷേധകരമാണ്. ഇവിടെ തീവ്രവാദ സംഘടന ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതല്ല, ദീർഘകാലമായിട്ട് എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വാഹനം ഓടിക്കാൻ, സ്വന്തം വണ്ടിയാണ് ഓടിക്കുന്നത്. അദ്ദേഹത്തിന് അതിനോട് ഇതൊക്കെ ഞാൻ കൊടുക്കുന്ന പ്രദീപിനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന് 2 തവണ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ബോബനോ അങ്ങനെ കണ്ട പേര് ഈ പുന്നപ്രഭാഗത്തുള്ളതാണ്. അയാൾ ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയും ആ ക്ലിപ്പും എല്ലാം പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ട് അയാൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് തീവ്രവാദം. ഇവിടെയുള്ള തീവ്രവാദം അതാണ്. ആളുകളെ വെട്ടിക്കൊല്ലുമെന്ന് പറയുന്നതാണ് തീവ്രവാദം. അത് LDF-ന്റെ ഭാഗത്തു നിന്നാണ് തീവ്രവാദം ഉണ്ടായത്. LC മെമ്പറാണ്. അപ്പോൾ അതിനെ കാൻഡിഡേറ്റ് തള്ളി പറഞ്ഞില്ല, LDF കാൻഡിഡേറ്റ് തള്ളി പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് SP പറയുമ്പോൾ പോലീസ് സ്റ്റേഷൻ കൊടുത്ത ഈ പരാതി SP കണ്ടിട്ടില്ലെന്ന് വേണം ഞാൻ കരുതാൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഖേദകരമാണ്. അങ്ങനല്ല കുറച്ച് സിറ്റുവേഷൻ. അതുകൊണ്ട് ഇവിടെ തീവ്രവാദികൾ വന്നാൽ തമ്പടിച്ചു എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രശ്നമില്ല. അതാണ് പറയാം. ആയിരക്കണക്കിന് ഇന്നലെ രാത്രിയിൽ 4 മണി വരെ പോസ്റ്റ് നശിപ്പിക്കലായിരുന്നു പ്രധാന പരിപാടി. ഞങ്ങൾ അപ്പം തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ കരുതി. നശിപ്പിച്ച് അവിടെ കിടപ്പുണ്ട്. അവിടെ കിടക്കട്ടെ. ജനങ്ങൾ കാണും, മാധ്യമങ്ങൾ പക്ഷെ കാണുന്നുണ്ടോ? നിങ്ങളതൊക്കെ നോക്കണം. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.